ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് വീണ്ടും നമ്മൾ ഫ്ലിപ്കാർട്ടിലെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോണത്. ഇതിൻ്റെ മുന്നേ ഞാൻ ഫ്ലിപ്കാർട്ടിലെ കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചത് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതും എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി എടുക്കണം എന്നിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. ഇതിൽ കുറേ സാധനങ്ങൾ ഞാൻ ആദ്യം മുതലേ വാങ്ങി വെച്ചത് തന്നെയായിരുന്നു. പക്ഷേ അതൊന്ന് ഒരുമിച്ച് എടുക്കാൻ പറ്റിയില്ല. കാരണം ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതൊക്കെ ഉമ്മ വാങ്ങിയതാണ്. എനിക്ക് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചാൽ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങി വെച്ചത് തന്നെയാണ്. പക്ഷേ സാധനങ്ങളൊക്കെ ഉമ്മ വാങ്ങിയതൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം നമുക്ക് വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു വൈപ്പറാണ് കേട്ടോ. നമുക്ക് ഗ്ലാസിൻ്റെ വലിയ ഡോസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വൈപ്പ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മൾട്ടിപർപ്പസ് വൈപ്പറാണ്. പിന്നെ അതേപോലെ നമുക്ക് ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡ് കണ്ട അങ്ങനെ 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ടേബിൾ നിന്നൊക്കെ നേരെ ഇങ്ങനെ വൈപ്പ് ചെയ്യാം. പിന്നെ എഡ്ജിലൊക്കെ എത്തുമ്പോൾ നമുക്കതിങ്ങനെ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ട് അങ്ങനെ വൈപ്പ് ചെയ്യാം. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല ഫെസിലിറ്റി ഉള്ള ഒരു വൈപ്പറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 2 ബ്ലേഡും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പാത്രമൊക്കെ കഴുകണ സ്പോഞ്ചില്ലേ, അതിൻ്റെ പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു സൈഡ് കുറച്ച് സോഫ്റ്റ് ആയിട്ടും മറ്റേ സൈഡ് കുറച്ചൊരു ഹാർഡായിട്ടും അങ്ങനെയാണുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബ്ലേഡിൽ അറ്റാച്ച് ചെയ്തിട്ട് വൈപ്പറും അറ്റാച്ച് ചെയ്ത് നമുക്ക് എന്തെങ്കിലും സ്റ്റെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടേബിൾ മേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും സ്റ്റെയിനൊക്കെ കഴിക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ലിക്വിഡൊക്കെ ആക്കിയിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് വെക്കാൻ. കണ്ട ആ ഒരു സ്പേസ് അതാ കാണുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഇങ്ങനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ നിന്നോളൂ കേട്ടോ. അതിനുശേഷം നമ്മളെ ലിക്വിഡിൽ എന്താ വെച്ചെങ്കിൽ ഡിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ലിക്വിഡ് ആയി സ്പ്രേ ചെയ്യുക ചെയ്തിട്ട് ഗ്ലാസ്സുമ്മലായാലും ഗ്ലാസിൻ്റെ വിൻഡോസിലും ഡോസിലും ഒക്കെ പറ്റും കേട്ടോ, പൊടിയൊക്കെ ക്ലീൻ ആക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക നല്ല സ്റ്റെയിൻ ആണെന്നുണ്ടെങ്കിലാണ് ഈ ഹാർഡായിട്ടുള്ള ഭാഗം വെച്ച് റബ്ബ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഒരു ക്ലീനിങ് ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സ്പോഞ്ച് എടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് അങ്ങനെ നമുക്കത് ചെയ്യാം കേട്ടോ. തിരിച്ച് കഴിയുമ്പോൾ വെച്ച് കൊടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ നല്ലോണം റബ്ബ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം തിരിച്ച് അതിൻ്റെ വൈപ്പർ വെച്ചിട്ട് അങ്ങോട്ട് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ക്ലീൻ ആയി കിട്ടും. പിന്നെ വേറൊരു ബ്ലേഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇതും നമുക്കിങ്ങനെ നല്ല ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ. 196 രൂപക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഓറഞ്ച് കളറിലാണ് കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞാനൊരു എന്താ പറയുക ഗ്രേ കളറിലുള്ളതായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം അൺബോക്സ് ചെയ്യാം. ഇതിനോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ഓയിൽ ഡിസ്പെൻസറാണ്. അപ്പോൾ എങ്ങനത്തെ ഓയിൽ ഡിസ്പെൻസറാണ് നല്ലതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക ഗ്ലാസിൻ്റെ ബോട്ടിലുകൾ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിപ്പോൾ ഒരു ഓയിൽ ഡിസ്പെൻസർ നമുക്ക് ബ്രഷും പിന്നെ നമുക്കിങ്ങനെ ഓയിൽ ഒഴിക്കാൻ 2 ഇതിൽ പറ്റുന്നൊരു ബോട്ടിലാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ 230 ml ആണ് നമുക്കിതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുക. ഗ്ലാസിൻ്റെ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു വാഷറും കൂടിയും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വാഷർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട അതിൻ്റെ ലിഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. വാഷറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഓയിൽ ലീക്കില്ലാതെ നമുക്കിങ്ങനെ ചെരിച്ച് പിടിക്കുമ്പോഴൊന്നും ലീക്കില്ലാതെ വരുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക ഇതാണെങ്കിൽ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കുറച്ച് വൈഡായിട്ടുള്ള മൗത്ത് വരുന്നതാണ്. ഞാൻ കുറേ ബോട്ടിലുകൾ നോക്കി അങ്ങനെ അതിന് സെലക്ട് ചെയ്താണ് കേട്ടോ. ഇത് നമുക്ക് പാനിലൊക്കെ ഇങ്ങനെ അപ്പമൊക്കെ ചൂടുന്ന സമയത്ത് എണ്ണയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സിലിക്കണിൻ്റെ ബ്രഷാണ് ഇതിമ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ വലിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. മൂടിയൊന്നും തുറന്നെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എന്താ പറയുക ആ ബ്രഷിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിന്നായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നല്ല കട്ടിയിൽ തന്നെ ഫുള്ള് സിലിക്കണിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉരുകൊന്നുമില്ല. മറ്റേത് പെട്ടെന്ന് ഉരുക്കി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നേരെ ഓയിൽ ഇങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്, ബ്രഷ് ചെയ്യല്ല ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനും വേണ്ടിയിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് 190 രൂപക്ക് ഇപ്പോൾ 230 രൂപക്കാണ് ഞാനിത് വാങ്ങിയത്. 190 രൂപക്ക് ഇതിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റം അൺബോക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് ക്ലീനിങ് ബ്രഷുകളാണ്. അതും ഐക്യൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ.
ക്ലീനിങ് ബ്രഷുകൾ ചെറിയ ബ്രഷുകൾ നമുക്ക് ബാത്റൂമിലാണെങ്കിൽ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാനും പൈപ്പുകളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആവശ്യമുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കിച്ചണിലും നമുക്ക് സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനല്ലേ ഈ ചോറൊക്കെ ഊറ്റിടേണ്ട കൊട്ടയൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഇങ്ങനെ വറ്റ കൊട്ടി പിടിച്ചിട്ട് അതൊക്കെ ഇങ്ങനത്തെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ കുറേ ബ്രഷുകൾ ഷോപ്പിലൊക്കെ നോക്കി. ഇതുണ്ടല്ലോ ഐക്കിൻ്റെ ബ്രഷാണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല സുഖമാണ് കേട്ടോ. ഇതിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ബോട്ടിലിൻ്റെ ഉള്ളിലും ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ബ്രഷ് ഇങ്ങനെ കുറേ ഞാൻ ഷോപ്പിലൊന്നും തിരഞ്ഞിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ ഐക്യ പ്രോഡക്റ്റ് വെറുതെ ഒന്ന് ഫ്ലിപ്കാർട്ടിലൊന്ന് സെർച്ച് ചെയ്തത്. അപ്പോൾ അതാ 5 എണ്ണം ഒരുമിച്ചാണ് കേട്ടോ കിട്ടുന്നത്. 440 രൂപക്കാണ് ഞാനിത് വാങ്ങിയത്. എൻ്റെ അടുത്ത് വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വൈറ്റോ ബ്ലാക്കോ ഒക്കെ അങ്ങനെയായിരുന്നു ഇഷ്ടം. പക്ഷേ ഇത് 5 എണ്ണം ഒരുമിച്ച് വരുന്ന പാക്കിൽ ഇങ്ങനെ ഓറഞ്ചും റെഡൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഐക്യൻ്റെ പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു യൂണീക്കായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. അത് നമുക്ക് എല്ലായിടത്തും കിട്ടില്ല. അങ്ങനത്തെ ആ ഒരു ഇതിലുള്ള അത്രയും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആയിരിക്കും ഐക്യൻ്റെത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഐക്യൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ വാങ്ങലുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ബ്രഷ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനങ്ങനെ ഇത് 5 എണ്ണം ഒരുമിച്ചുള്ളതിനെ ഓർഡർ ചെയ്ത് എനിക്ക് 5ഉം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അതിങ്ങനെ വാങ്ങിയത്. ഓരോ ബാത്റൂമിൽക്കും കിച്ചണിക്കും ഒക്കെ ഇങ്ങനെ ഓരോ യൂസിന് കണക്കാക്കി അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലൊക്കെ അത്യാവശ്യം ലെങ്ത്തൊക്കെ വരുന്നുണ്ട്. നമുക്ക് പിടിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രിസിൽസൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഫ്ലെക്സിബിൾ ആണേനും അതാണ്. അപ്പോൾ ഞാൻ കുറേ ഷോപ്പിലൊക്കെ നോക്കുമ്പോൾ ചിലതൊക്കെ നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്, ഭയങ്കര ഹാർഡായിട്ടുള്ളത്, എന്താ പറയുക, അങ്ങനെ അത്ര ഫ്ലെക്സിബിൾ ആയിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് യൂസ് ചെയ്യാനൊരു കംഫർട്ടല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് അങ്ങനെ തന്നെ എടുത്തതാണ് കേട്ടോ. ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ഡെക്കോറേറ്റാണ് കേട്ടോ അൺബോക്സ് ചെയ്യാൻ പോണത്. ഇത് ഫ്ലവേഴ്സാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനെ വേസ്റ്റിലൊക്കെ ഫ്രഷ് ഫ്ലവർ വെക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഫ്രഷ് ഫ്ലവർ അത്ര എക്കണോമിക്കല്ല നമുക്ക് എപ്പോഴും ഇങ്ങനെ വാങ്ങി വെക്കലൊന്നും. അപ്പോൾ ഞാനിങ്ങനെ അതേപോലെ തോന്നിക്കുന്ന നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പലതും നമുക്ക് പിക്ചറിൽ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. പക്ഷേ കൈ കിട്ടുമ്പോൾ ഭയങ്കര ലോക്കൽ ലുക്ക് ആയിരിക്കും. അതിനുള്ള പ്രൈസും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഭയങ്കര വിലയാകുമ്പോൾ നമുക്കത് അങ്ങനെ വാങ്ങാനും തോന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ട് ടുലിപ്സ് കണ്ടപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. വേണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കേട്ടോ. പക്ഷേ സംഭവം കൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉള്ള ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ ഫ്ലവറാ തോന്നുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടുലിപ്സാണ്. 5 പീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത്ര തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടോ ഒന്ന് മടക്കി വെച്ചിട്ടോ ഒക്കെ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെനിക്കൊന്ന് വെച്ച് കാണിച്ച് തരാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ വരട്ടെ. അപ്പോൾ ഞാൻ അടുത്ത നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യും സാധനങ്ങൾ കിട്ടുന്നതിനനുസരിച്ച്. അപ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ ഇത് അൺബോക്സ് ചെയ്തപ്പോൾ. നോർമലി കാണുന്ന പോലത്തെ ഒരു എന്താ അതിൻ്റെ മെറ്റീരിയൽ എനിക്കറിയണില്ല. ഇത് ഫാബ്രിക്കിലൊന്നും അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കൈ പിടിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക ഒറിജിനലാണെന്ന് തോന്നിപ്പോവും. അത്രയും അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സാട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക അത്യാവശ്യം സൈസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 രൂപക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോണത് കുറച്ച് വലിയ ഐറ്റംസാണ് കേട്ടോ ഇനിയുള്ളതൊക്കെ. ഞാൻ ചെറിയ സാധനങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ അൺബോക്സ് ചെയ്തതാണ്. ഇതിൽ കണ്ടെയ്നറാണ്, നമ്മളെ ഗ്ലാസ് കണ്ടെയ്നറാണ് കേട്ടോ. ഞാൻ കുറേ ബോട്ടിലുകൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. മീഷോന്ന് വലിയ ബോട്ടിൽ വാങ്ങിച്ചതും 3 കിലോയുടെ ബോട്ടിൽ വാങ്ങി. പിന്നെ 300 ml ബോട്ടിലുകൾ നമുക്ക് കടുക് ഉലുവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളത് ഫ്ലിപ്കാർട്ടിൽ തന്നെ 300 ml ഇതേപോലത്തെ ബോട്ടിലുകൾ 12 പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ അതായത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്കൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതാ 800 ml ബോട്ടിലാണ്. അതായത് നമുക്കൊരു 1/2 കിലോ മുതൽ 1 കിലോ വരെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത്. ഇത് ഗ്ലാസ് ബോട്ടിൽസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് നമുക്കിങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ആ ഒരു ടൈപ്പിലുള്ള ബോട്ടിലായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിഡിൽ കണ്ടില്ലേ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ ഫസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റത്തെ ബോട്ടിൽ കാണിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ കുറേ ബോട്ടിലുകൾ വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു യൂണിഫോമിറ്റി വരുത്താൻ നോക്കിയിട്ടുണ്ടെന്ന്. അതായത് ഞാൻ വാങ്ങിച്ചതൊക്കെ പല സൈറ്റിൽ നിന്ന് ഇപ്പോൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എന്നാലും എല്ലാം ഇതേപോലെ ഇങ്ങനെ ലിഡിൽ ഇങ്ങനെ ഗ്ലാസ് വരുന്ന ടൈപ്പൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. കാരണം എന്താണെന്ന്
വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ക്യാബിനറ്റിലൊക്കെ എങ്ങനെ വെക്കേണ്ടതെന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒക്കെ താഴെയുള്ള ക്യാബിനറ്റ്സിലാണ് ഇങ്ങനത്തെ ബോട്ടിലുകളൊക്കെ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാനും വേണ്ടിയിട്ടാണ് മേലെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ നോക്കിയിട്ട് വാങ്ങിയത് കേട്ടോ. ഇത് 800 ml 4 ബോട്ടിൽ ഒരുമിച്ച് 494 രൂപക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോണത് ഓയിൽ ബോട്ടിൽ പോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ളത് താത്താൻ്റെ ഹോം ടൂറൊക്കെ കാണിച്ച സമയത്ത് ഈ ബ്രൂമും മോപ്പൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഹോൾഡർ എവിടുന്ന് വാങ്ങിയതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഓളത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഞാനിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ് കേട്ടോ ഓൾ കൊണ്ടുവന്ന അതന്നെ സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് 5 ബ്രഷുകൾ വെക്കാനുള്ള ഒരേ സമയം 5 ബ്രഷ് ഈ പിക്ചറിൽ കാണുന്നില്ലേ, ഇതിപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. ഇപ്പോൾ അതിൻ്റെ പിക്ചറിൻ സൈഡിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ നമുക്ക് എന്താ പറയുക മോപ്പുകൾ, വൈപ്പർ, ബ്രൂം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ, പിന്നെ മാറാലൊക്കെ തട്ടുന്ന അതൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. പിന്നെ ഇതിങ്ങനെ ഹുക്കുകളും ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങോട്ട് താഴ്ത്തി വെച്ചാൽ മതി, ആവശ്യമില്ലെങ്കിൽ അത് അങ്ങോട്ട് തന്നെ മടക്കി വെക്കാം. ഫോൾഡബിളാണ്. അപ്പോൾ നമുക്ക് അതിന്മേൽ എന്തെങ്കിലും തൂക്കിയിടാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ബാക്കിൽ ഇങ്ങനെ നൂലൊക്കെ ഉള്ള ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയറൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ തൂക്കിയിടുകയൊക്കെ ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിൽ വെക്കാം. വൈപ്പറുകളും ക്ലീനിങ് ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിമ വെക്കാൻ പറ്റും. നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതല്ലെങ്കിൽ കിച്ചണിൽ, സ്റ്റോർ റൂമിൽ അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് ഒന്ന് സ്റ്റോർ റൂമിലും ഒന്ന് പുറത്തും വെക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളും ഇതൊക്കെ നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് 260 രൂപയാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു പ്രീമിയം ബാത്റൂം ആക്സസറിയാണ് കേട്ടോ. ഇതൊരു ടവൽ ഹോൾഡറാണ് കേട്ടോ. വെറുതെ ഒരു ടവൽ ഹോൾഡറല്ല, നല്ല പ്രീമിയം ലുക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ടവൽ ഹോൾഡറാണ്. ഇത് നല്ല അടിപൊളിയായിട്ടാണ് ഇത് പാക്ക് ചെയ്തിട്ടും ഉള്ളത്. അപ്പോൾ എന്താ പറയുക, ഇതിൽ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡാണ് ഒരു പാക്കിൽ തന്നെ. അപ്പോൾ ഇത് നല്ല ഹെവിയാണ്. ഇതിൽ 10 കിലോ വരെ തൂക്കിയിടാന്നൊക്കെ ഉണ്ട് ഒരു പറയണത്. പക്ഷേ നമുക്കിപ്പോൾ ടവലേ തൂക്കാനുള്ളൂ. ഞാൻ ബാത്റൂമിൽ ടവൽ ഹോൾഡർ ആയിട്ടാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. 61.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുരുമ്പിൻ്റെയും ഒന്നും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ പെയിൻ്റ് ഒന്നും പോവില്ല കേട്ടോ. ഇത് ബ്ലാക്ക് കളറിലൊക്കെ ആകുമ്പോൾ കളർ പോവുമോ അങ്ങനത്തെ ഓരോ ഡൗട്ടൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളില്ലേ ഈ ഷോപ്പിൽ പോയി കണ്ട് ഇങ്ങനത്തെ ബാത്റൂം ആക്സസറീസൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റീലിലുള്ളത് നോർമൽ റേറ്റിലൊക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ ബ്ലാക്ക് വേണം, നമുക്കൊരു പ്രീമിയം ലുക്കൊക്കെ കിട്ടണം ബാത്റൂമിലുണ്ടെങ്കിൽ നമ്മളൊരു ബ്ലാക്കൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബ്ലാക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് റേറ്റ് നല്ലോണം കൂടും. അപ്പോൾ ഇതില്ലേ എൻ്റെ താത്ത 3 വർഷമായിട്ട് ഓള് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഓൾ തന്നെ ഇതിനോട് സജസ്റ്റ് ചെയ്തത് കേട്ടോ. ഇങ്ങനെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഓള് ലിങ്ക് തന്നതാണ്. ആ സെയിം ലിങ്കിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വാങ്ങാം. 3 വർഷമായിട്ട് ഓൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ബാത്റൂമിലല്ലേ യൂസ് ചെയ്യണത്. അപ്പോൾ വെള്ളമൊക്കെ തെറിക്കണവും തട്ടണമൊക്കെ ഉണ്ട്. സാധാരണ ബാത്റൂമിലുള്ള പൈപ്പുകളും ഇതൊക്കെ വെള്ളമൊക്കെ തട്ടി ടൈം അങ്ങനെ ഒരു വെളുത്ത പാടും ഒക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഇതിമ്മ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. 449 രൂപയാണ് ഇത് ഒരു പീസിന്. ഞാൻ 6 പീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണ് വെക്കണതെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ ഇനി ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേറൊരു ഐറ്റം. ഇതെന്താ പറയുക, ഇതും ഒരു ഐക്യ പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ഐക്യ പ്രോഡക്ട്സിൻ്റെ ഫാനാണ്. ഇതിൽ ഒരു കട്ട്ലറി ട്രേ ആണ്. നമ്മളില്ലേ ഇൻറ്റീരിയർ ഡിസൈനർമാരുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ കിച്ചണൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് കൊട്ടേഷൻ തരും. അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് നോക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിലെവിടെ നമുക്ക് ബജറ്റ് എവിടെ കുറക്കാൻ പറ്റും എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയലിൻ്റെ ഒന്നും ക്വാളിറ്റി കുറക്കാതെ ബജറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ആക്സസറീസ് ഒഴിവാക്കിയേ പറ്റൂ. അപ്പോൾ ഞാൻ ഓരോരുത്ത് ഇതേപോലെ നമ്മളിതിപ്പോൾ ഡിസൈനിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്ത് പറഞ്ഞു എനിക്ക് കട്ട്ലറി ട്രേ ഒന്നും നിങ്ങൾ വെക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു വെക്കുമ്പോൾ അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഐക്യൻ്റെ ഒരു കട്ട്ലറി ട്രേ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സൈസിന് കേട്ടോ. 50 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും. അപ്പോൾ ഞാൻ എൻ്റെ താത്ത ഇതേപോലെ എല്ലാം പറയുമ്പോൾ ഞാൻ താത്താനെ അങ്ങനെ പറയില്ലേ, കാരണം ഓളെ വീടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, നല്ല റെസ്പോൺസുള്ള വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണത്. അതിങ്ങനെ കാണുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കലുണ്ട് എവിടുന്ന് വാങ്ങിയതാന്നൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറയണത്. അപ്പോൾ ഓൾ ഇതേപോലെ ഐക്യയിൽ നിന്ന് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഓൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് നമുക്ക് ബജറ്റ് കുറക്കാൻ പറ്റും, എന്നാൽ നമ്മളെ സൗകര്യങ്ങൾ ഒഴിവാക്കും വേണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ തന്നെ വേഗം ഓർഡർ ചെയ്തു. 803 രൂപക്കാണ് ഞാനിത് വാങ്ങിയത്.
അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഡ്രോവർ ഡിസൈൻ ചെയ്യുമ്പോൾ 50 സെൻറ്റിമീറ്റർ ലെങ്ത്തും വിഡ്ത്തും വരുന്ന ഈ ഒരു കട്ട്ലറി ട്രേ നല്ല ടൈറ്റായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ നമുക്ക് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. വൈറ്റ് തന്നെ ആകുമ്പോൾ നല്ല ലുക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോണത് ഒരു സ്റ്റോറേജ് റാക്കാണ് കേട്ടോ. സ്റ്റോറേജ് റാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കിച്ചണിലും മസ്റ്റായിട്ടും ഉണ്ടാവും ഉള്ളിക്കൊട്ടകൾ അല്ലേ, ഉള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ കിച്ചൺ ഡിസൈൻ ചെയ്തപ്പോൾ നമുക്കതിന് മറ്റ് വയർ റാക്ക് ഉള്ള കിച്ചണുകളിൽ നമുക്ക് ഓൾറെഡി അങ്ങനെ വരുന്നത് ഉണ്ട്. പക്ഷേ അങ്ങനത്തെ ബാസ്ക്കറ്റുകൾ വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അതിനൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഇത് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിക്ചറിൽ കാണില്ലേ, ഇതേപോലെ 4 തട്ടിൽ വരുന്ന ഒരു റാക്കാണ് കേട്ടോ ഇത്. പക്ഷേ അത് നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ബ്ലാക്ക് ആണ് കേട്ടോ വാങ്ങിയത്. ഞാൻ എൻ്റെ കിച്ചണിൽ കുറേ ആക്സസറീസ് ബ്ലാക്ക് ആക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കളർ തീമിൻ്റെ ഭാഗമായിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് അസംബിൾ ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റിക്കുകളും പിന്നെ ഇതിന് വീലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീൽസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് സാധനം വന്നപ്പോൾ തന്നെ അൺബോക്സ് ചെയ്ത് എല്ലാം വെച്ച് നോക്കിയൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫുള്ളൊന്നും ഫിറ്റ് ചെയ്ത് കാണിക്കണില്ല. പിക്ചറിൽ കാണില്ലേ സൈഡിൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു തട്ട് മാത്രം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഉള്ളിയൊക്കെ വെക്കാനും വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അതുപോലെ ഉണ്ടാവും സൈഡിൽ പിക്ചറിൽ കാണില്ലേ, ഇതേപോലെ നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് 4 തട്ട് വരുന്നുണ്ടല്ലോ, ഒരുപാട് സ്പേസ് ഉണ്ട്. ആ ഒരു റാക്ക് തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ ഉള്ളിയൊന്നും നിറച്ചൊന്നും നമ്മൾ ഇടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതന്നെ ചെറിയ എന്തെങ്കിലും എന്താ പറയുക വേറെ വല്ല ഇങ്ങനെ ഓർഗനൈസർ വെച്ചിട്ട് ഇതൊക്കെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒക്കെ വെക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ പിന്നെ നമുക്ക് ക്യാബിനറ്റ്സിൻ്റെ താഴേക്ക് ആയിട്ട് വെക്കാം, സ്റ്റോർ റൂമിൽ വേണമെങ്കിൽ വെക്കാം. അതിന് വീലും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് ഉന്തി കൊണ്ടുവന്നിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചുകൊണ്ടുപോയി വെച്ചാലും മതി. പിന്നെ അല്ലേ ഇതിപ്പോൾ കിച്ചണിൽ തന്നെ വെക്കണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ വെച്ച് നമുക്കൊരു അവിടെ വേണ്ടാന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ബെഡ്റൂമിലോ ഒക്കെ വെക്കാം. നല്ല ലുക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെഡ്റൂമിലും വെക്കാം. പിന്നെ കുട്ടികളെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് വെക്കാം. ബുക്സൊക്കെ വെക്കാൻ പറ്റും. അതിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇഷ്യൂ ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു റാക്കിൻ്റെ റേറ്റ് വരുന്നത് 467 രൂപയാണ് കേട്ടോ. ഇപ്പോൾ ഇത് 407 രൂപക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്തതായിട്ട് ഇതേപോലെ എല്ലാ വീട്ടിലും മസ്റ്റായിട്ടും കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കാണിക്കാൻ പോണത്. നമുക്ക് പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ആണ്. ഇത് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ എണ്ണം കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ സൈസ് പറയുമ്പോൾ ഒരിങ്ങനെ 40 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ഒക്കെ സൈസൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വലിപ്പം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എത്ര ടാപ്പ് വെച്ച് നോക്കിയാലും എനിക്ക് ഇങ്ങോട്ട് ഒരു ഇത് കിട്ടൂലേനു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു വീഡിയോയിലാണ് ഇത് കണ്ടത്. അങ്ങനെ ആ ലിങ്കിൽ കയറി നോക്കിയിട്ട് ഞാനൊന്ന് വരുത്തി നോക്കിയതാണ്. സംഭവം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അതിന് ശേഷം വേണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നീളമുണ്ട്, വീതിയുണ്ട്, ഡെപ്തും ഉണ്ട്. കുറേ പാത്രങ്ങൾ നമുക്ക് കഴുകി വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് ആ പാത്രം കഴുകി വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ട്രേ ഉണ്ട്. നല്ല സൈസുള്ളൊരു ട്രേ ആണ്. പിന്നെ നമുക്ക് അതാണെങ്കിൽ എടുക്കാനും വെക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. അതിൻ്റെ താഴെ ഇങ്ങനെ അതിന് ചെറിയൊരു ഹോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നീക്കി കൊടുത്താൽ മതി. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. പിന്നെ ഇതെന്താ അറിയോ, ഇത് നമുക്ക് സ്പൂണുകളൊക്കെ കഴുകിയിട്ട് ഇട്ട് വെക്കാനാണ്. സ്പൂണൊക്കെ ഇപ്പോൾ ഈ കൊട്ടിക്കാണ്ട് ഒരുമിച്ചാണ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കാൻ നേരത്ത് ഒക്കെ അങ്ങനെ തപ്പേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് സ്പൂണ് കത്തിയൊക്കെ കഴുകിയിട്ട് ഇതിലാണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് സൈഡിൽ ഇങ്ങനെ കൊളുത്തി വെക്കാനുള്ള ഒരു സംഭവം കൂടി അതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് കൈ കിട്ടുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇത് എത്രത്തോളം ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ട്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഇങ്ങനെ അത്യാവശ്യം സൈസ് ഉള്ളതിനാണെങ്കിലോ 1000 എബോ തന്നെ ഞാൻ റേറ്റും കണ്ടിട്ടുണ്ട് അതിന്. ഇതിൽ 857 രൂപക്കാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ തൂക്കി എടുത്ത് കൊണ്ടിടക്കണം എന്നുണ്ടെങ്കിൽ 2 സൈഡിലും ചെറിയൊരു അങ്ങനെ ഒരു ഹാൻഡിലും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്ലീനിങ്ങിനൊക്കെ നല്ല സുഖമാണ്. പിന്നെ റെസ്റ്റ് ഒന്നും പിടിക്കില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു റിവ്യൂ ഒക്കെ ഉണ്ട്, കുറേ റിവ്യൂസൊക്കെ ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. അപ്പോൾ ഇത് ഇത്രയും പൈസയും കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ 857 രൂപക്കാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിയത്. നല്ല സൈസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഇത് അത്യാവശ്യം നല്ല സൈസിൽ ഉള്ളത് തന്നെയായിരിക്കും വേണ്ടി വരിക അല്ലേ. ബൾക്കായിട്ട് പാത്രം കഴുകി വെക്കാനാണല്ലോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കഴുകി വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ എല്ലാവരും കാണുന്നിടത്ത് വെക്കേണ്ട, സ്റ്റോർ റൂമിൽ എവിടെയെങ്കിലും കൊണ്ടുവെക്കണമെങ്കിൽ എടുത്തുകൊണ്ടുപോയി വെച്ചാലും മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഷോപ്പിംഗ് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇൻഷാല്ലാ സാധനങ്ങളാകുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട്. പ്രൈസ് ചിലതൊക്കെ കൂടുതൽ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുണ്ടാവും, ഓൺലൈനല്ലേ. ഓൺലൈനിലൊക്കെ ആകുമ്പോൾ പ്രൈസ് പല സാധനങ്ങളും ഇന്ന് കണ്ട പ്രൈസ് ആയിരിക്കില്ല നാളെ. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോഴുള്ള പ്രൈസാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനെക്കാട്ടിയും കുറവ് കണ്ടതൊക്കെ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി വാങ്ങുക. പിന്നെ ഞാൻ ഈ വാങ്ങിച്ച
വാങ്ങിച്ച എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ആവും, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കത്തിൻ്റെയും കുക്കറിൻ്റെയൊക്കെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരു ഹൗസ് വാമിങ് മുൻകൂട്ടി കണ്ട് വാങ്ങുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് റിവ്യൂ ഒക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.